എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. സുഖമാണെന്ന് കരുതുന്നു. എന്നും നന്മകൾ ഉണ്ടാവട്ടെ. ഇന്ന് നമ്മൾ മറ്റൊരു മെമ്മറി ഷോയുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഐഷാരിസയും അമിനാഹിറിനും കൂടിയിട്ടാണ് ചെയ്യുന്നത്. മൈൻഡ് പവർ മാത്രം ഉപയോഗിച്ച്, മെമ്മറി മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കൂട്ടായ്മയുടെ ഗെയിമാണ്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടങ്ങാം. രണ്ടുപേരും റെഡിയാണോ? ഓക്കെ. ഐഷാരിസ മുന്നിലിരിക്കുന്നുണ്ട്, അമിനാഹിറും എന്റെ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും കണ്ണുകെട്ടിയിരിക്കുകയാണ്. എന്റെ കയ്യില് 25ഓളം വർഷങ്ങൾ എഴുതിയ കാർഡുകൾ ഉണ്ട്. എല്ലാം വ്യത്യസ്തങ്ങളായ വർഷങ്ങളാണ്. ഈ കാർഡുകൾ ഈ കുപ്പിയിലേക്ക് ഇടാൻ പോവുകയാണ്. കുപ്പിയിൽ നിന്നും ഏതെങ്കിലും ഒരു കാർഡ് അമിന ഐറിൻ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്ത കാർഡിലെ വർഷം ഏതാണെന്ന് ഐഷാരിസ പറയാൻ ശ്രമിക്കും. ഇതാണ് ഇന്നത്തെ നമ്മുടെ മെമ്മറി ഷോ. രണ്ടുപേരും ഓക്കെ ആണോ? ശരി, തുടങ്ങാം. ഈ കാർഡുകൾ കുപ്പിയിലേക്ക് ഇടാൻ പോവുകയാണ്. ഓക്കെ, അമിന ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്തോളൂ. അമിന നമുക്ക് ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നു. എല്ലാവരും നമ്പർ കാണുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചോദിച്ചു നോക്കാം. ഐഷേ, ഈ വർഷം ഏതാണെന്ന് പറയാൻ പറ്റുമോ? പറയൂ. ശരിയായ ഉത്തരം. ഇനി 1902 പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഒന്ന് പറയാമോ? പറയൂ. ഭാഷാഭൂഷണം എന്ന കൃതി പ്രസിദ്ധീകരിച്ചു. ഡോയലിന്റെ ഭാസ്കർ വിൽസിലെ വേട്ടനായ എന്ന കൃതി പ്രസിദ്ധീകരിച്ചു. റൊണാൾഡോ റോസിന് നൊബേൽ സമ്മാനം ലഭിച്ചു. വെണ്ണിക്കുളം ഗോപാലകുറുപ്പ് ജനിച്ചു. AKG ജനിച്ചു. വിശ്വപ്രസിദ്ധ കന്നഡ സാഹിത്യകാരൻ ശിവരാമകാരൻ ജനിച്ചു. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. ബാരിസ്റ്റർ GP പിള്ള ഇംഗ്ലണ്ടിൽ നിന്നും ബാരിസ്റ്റർ പഠനവും കഴിഞ്ഞ് തിരിച്ചെത്തി. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപിതമായി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നമുക്ക് അടുത്ത കാർഡ് സെലക്ട് ചെയ്യാം. അവര് അടുത്ത കാർഡ് സെലക്ട് ചെയ്യും. ശരി, അവന് നമുക്ക് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നു. ചോദിച്ചു നോക്കാം. ഇത് നടക്കുമോ? ഈ കാർഡിലെ വർഷം ഏതാണെന്ന് പറയാൻ മോൾക്ക് കഴിയുമോ? ശരി, എങ്കിൽ പറയാം. ഏതാണ് എന്റെ കയ്യിലുള്ള കാർഡിലെ വർഷം? 1924. 1924 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാ? വൈക്കം സത്യാഗ്രഹം, ചട്ടമ്പി സ്വാമികൾ സമാധിയായി, ഗാന്ധിജി ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായി, ലെനിൻ അന്തരിച്ചു. ഓക്കെ, അടുത്ത കാർഡ് സെലക്ട് ചെയ്തോ. നമുക്ക് മൂന്നാമത്തെ കാർഡ് ലഭിച്ചിട്ടുണ്ട്. കാർഡിലെ വർഷം എല്ലാവരും കാണുന്നുണ്ടാവല്ലോ. ചോദിച്ചു നോക്കാം. മൈൻഡിൽ കാണുന്നുണ്ടോ മോളെ? എന്റെ കയ്യിലെ കാർഡില് ഏത് വർഷമാണ് ഉള്ളതെന്ന്? ഉറപ്പാണോ? പറയാൻ പറ്റുമോ? പറയൂ. 1961. ശരി,
ഇനി നമുക്ക് 61 പ്രധാന കാര്യങ്ങളെല്ലാം ഒന്ന് പറയാമോ? പറയാം. യൂറി ഗാഗറിൻ ആദ്യമായി ബഹിരാകാശത്തെത്തി. അർജുന അവാർഡ് നൽകി തുടങ്ങി. ചേരിചേര പ്രസ്ഥാനം ആരംഭിച്ചു. ഓക്കെ 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 അടുത്ത കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനായി വളരെ കഷ്ടപ്പെട്ട് 4ാമത്തെ കാർഡ് എടുത്തിട്ടുണ്ട്. എല്ലാവരും കാർഡിലേക്ക് നോക്കുക. ഓക്കെ, അപ്പോ ഓർക്കുക, പഠനം എന്നത് വളരെ എളുപ്പമുള്ള ഒരു സംഭവമാണ്. അത് അതികഠിനമായിട്ടുള്ള ഒരു സംഭവമേ അല്ല. പഠിക്കുക എന്ന് പറയുന്നത് വലിയെന്തോ സംഭവമാണെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിലെ പലരും. എന്നാൽ ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പ്രധാനമായിട്ടും ആസ്വാദനം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടിയാൽ മാത്രം മതി. ആസ്വദിച്ച് പഠിക്കുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് ഓർമ്മയിൽ വെക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആ തരത്തിൽ പഠനം നടത്താനുള്ള ശ്രമം എല്ലാവരും ഇനി മുതൽ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, പഠിക്കുന്നത് ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, അത് നിസ്സാര സംഭവമാണ്. റെഡി? നമുക്കിനി ഈ കാർഡിലെ വർഷം ഏതാണെന്ന് ആയിഷയോട് ചോദിക്കാം. ആയിഷേ, എന്റെ കയ്യിലുള്ള കാർഡില് ഏത് വർഷമാണെന്ന് പറയാൻ പറ്റുമോ? ഉറപ്പാണോ? ശരി, പറയൂ. 1980. ഓക്കെ, 1980 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയൂ. മിൽമ സ്ഥാപിതമായി. കാസർഗോഡ് ജില്ല സ്ഥാപിതമായി. വിലാസിനിയുടെ അവകാശികൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു. എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ചു. ഓക്കെ, റെഡി. നമുക്ക് അടുത്ത കാർഡ് സെലക്ട് ചെയ്യാം. എടുത്തോളൂ. എല്ലാവരും കാർഡ് ശ്രദ്ധിച്ചോളൂ. വർഷം ഏതാണെന്ന് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മോളെ ആലോചിച്ചൊരു ഉത്തരം പറയൂ. ഏത് വർഷമാണ് എന്റെ കയ്യിലിപ്പോ ഉള്ളത്? പറയാൻ പറ്റുമോ? പറയോ. 1936. ശരി, 1936 2-3 കാര്യങ്ങൾ പറയൂ, പ്രധാനപ്പെട്ടത്. പട്ടിണിജാഥ, ക്ഷേത്ര പ്രവേശന വിളംബരം, കൊച്ചി മേജർ തുറമുഖമായി. റൈറ്റ്. ഇനി നമുക്ക് ഒരു കാർഡ് കൂടി സെലക്ട് ചെയ്യാം. ഒരു കാർഡ് കൂടി സെലക്ട് ചെയ്തോളൂ. അവനെ നമുക്ക് അവസാനത്തെ കാർഡ് എടുത്തിട്ടുണ്ട്. ഈ കാർഡിലെ വർഷം ഏതാണെന്ന് കൂടി നമുക്ക് ആയിഷയോട് ചോദിക്കാം. ഈ കാർഡിലെ വർഷം ഏതാണെന്ന് ഓർത്ത് പറയാൻ മോൾക്ക് പറ്റുമോ? ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറയുക. പറയാമോ? ശരി, പറയാം. 1929 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചു. ലാഹോർ കോൺഗ്രസിൽ പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടു. മദർ തെരേസ ഇന്ത്യയിലെത്തി. ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായി. ഓർക്കുക, മെമ്മറിയുടെ സാധ്യതകൾ മാത്രം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഷോയാണ് നിങ്ങളിപ്പോ കണ്ടത്. ഇതിൽ യാതൊരു തരത്തിലുള്ള അമാനുഷികതയോ, എന്നും പറയുന്നതാണ് ഇന്നും പറയുന്നു, യാതൊരു തരത്തിലുള്ള അമാനുഷികതയോ മാന്ത്രികതയോ മെന്റലിസമോ ഒന്നും തന്നെയില്ല. മെമ്മറിയുടെ സാധ്യതകൾ ഉപയോഗിച്ച് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തു പഠിച്ചെടുക്കാനും അവ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനും സാധിക്കും എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരിക മാത്രമാണ് ഈ പരിപാടി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ